നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദർശന എന്താ നോക്കണ്ട, ഇത് നമ്മുടെ മുറി തന്നെയാടോ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. താൻ തന്നെയാണോ അതെല്ലാം ചെയ്തത്? ഓ, ആ കളത്തിനുള്ളിലെ തന്റെ പ്രകടനം, നാഗദൈവങ്ങളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ തനിക്കത് ശരിക്കും കിട്ടി. തന്റെ ദേഹത്തപ്പടിയും മഞ്ഞപ്പടിയും കുങ്കുമൊക്കെയാ. ആ സമയത്തെ തനിക്ക് എന്താ തോന്നിയത്? എനിക്കൊന്നും അറിയില്ല രൂപേഷേട്ടാ. ആരുടെയും ദേഹത്തെ നാഗദൈവങ്ങള് കേറാതെ കാത്തിരുന്നപ്പോഴാ ആ സമയത്ത് താൻ വന്നത്. അതുവരെ താൻ എവിടെയായിരുന്നു? ഞാൻ ഏതോ ഒരു വീട്ടില്, നമ്മുടെ തറവാട് വീട് പോലെ. നാഗദേവങ്ങൾ കേറിയുള്ള തന്റെ അനുഗ്രഹം കണ്ടപ്പോഴേ എല്ലാവരും പേടിച്ചു. എല്ലാവരും തന്നെ കൈകൂപ്പി തൊഴുതു. ഞാനും തൊഴുതു. ആ, സത്യത്തിലേ തന്നെ കണ്ടപ്പോ എനിക്ക് പോലും പേടി തോന്നിപ്പോയി. തന്റെ ദേഹത്തുനിന്ന് നാഗദൈവങ്ങൾ ശരിക്കും പോയല്ലോ അല്ലേ? ഇപ്പോഴും തന്റെ മുഖത്ത് നോക്കി എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഇതിപ്പോ ആകെ പുലിവാലായല്ലോ. ബോധം തെളിയുമ്പോ അവളെന്തേലും പറഞ്ഞാ അത് കുഴപ്പവും. ഔട്ട് ഹൗസിൽ വെച്ച് പവിയേട്ടനെ അവള് കണ്ടായിരുന്നോ? ഇല്ല, എന്നെ കണ്ടിട്ടില്ലെന്നേ. അപ്പൊ പിന്നെ പവിയേട്ടനെ ആരും സംശയിക്കില്ല. ആ സമയത്ത് പവിയേട്ട ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? അത് പ്രശ്നമാവും. അങ്ങനെ വന്നാ അവൾ ഔട്ട് ഹൗസിൽ പൂട്ടിയിട്ടത് പവിയേട്ടനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ രഞ്ജിനിയുടെ കാര്യത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്റെ കാര്യത്തിൽ എന്ത് പ്രശ്നം? ഉരുളിയെടുക്കാൻ അവളെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടത് രഞ്ജിനിയല്ലേ? ഉരുളിയെടുക്കാൻ അകത്ത് കയറിയപ്പോ വാതില് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തു. സ്വാഭാവികമായും അവൾക്ക് രഞ്ജിനിയും സംശയിക്കാം. അതും ശരിയാ. അവൾ ഇക്കാര്യം ചേച്ചിയോട് പറയാതിരുന്നാ മതിയായിരുന്നു. ഇതിന്ന് രക്ഷപ്പെടാൻ എന്തൊരു വഴി? നമ്മളിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ആദ്യം അവൾക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് അറിയട്ടെ. നാഗക്കളത്തിൽ തുള്ളിക്കൊണ്ടിരുന്നപ്പോ പാമ്പ് കൊത്താൻ വന്നതുപോലെ അവള് നമ്മുടെ നേരെ വന്നത് കണ്ടില്ലേ? അയ്യോ, സത്യത്തിൽ ആ സമയത്ത് എന്റെ നല്ല ജീവനങ്ങ് പോയി. പക്ഷെ എന്റെ സംശയം അതല്ല. പുറത്തുനിന്ന് ലോക്ക് ചെയ്താ പിന്നെ അകത്തുനിന്ന് ഒരു കാരണവശാലും ആ വാതിൽ തുറക്കാൻ സാധിക്കില്ല. അതും ദർശനെ പോലെ ഒരാൾക്ക് ഒരിക്കലും സാധിക്കില്ല. പിന്നെ എങ്ങനെ ദർശന അതിൽ നിന്ന് പുറത്തു വന്നു? എന്താ സംശയം? സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടിയപ്പോ വാതിൽ താനെ തുറന്നു കാണും. എന്തായാലും ഇക്കാര്യം സംസാരിച്ചോണ്ട് നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കണ്ട. ആദ്യം അവൾക്ക് ബോധം വരട്ടെ. ഇതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. തൽക്കാലം രഞ്ജിനി വയ്ക്കോ? ആ ശരി, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും കൂടെ ഞാനുണ്ട്. ഈ രഞ്ജിനിയെ വിശ്വസിക്കാവോ? കൂടെ നിന്ന് പാലം വലിക്കാൻ ബഹുമിടുക്കിയ അവള്. ഇക്കാര്യത്തിൽ അവൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ അവൾ ഇവിടെ നിന്നും പുറത്താവും. അതവക്ക് നല്ലതുപോലെ അറിയാം. കാരണം
പവിയേട്ടൻ ഔട്ട് ഹൗസിലേക്ക് പോയത് ആരും കണ്ടിട്ടില്ല. പക്ഷേ ദർശനെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടത് രഞ്ജിനിയ. അത് ദർശനം മറക്കില്ല. അപ്പൊ പിന്നെ ഔട്ട് ഹൗസിൽ അവളെ പൂട്ടിയിട്ടത് രഞ്ജിനിയാണെന്നേ ദർശന വിശ്വസിക്കും. എന്നാലും ദർശന എങ്ങനെയാ മുറിന്ന് പുറത്തു വന്നു? പഠിച്ച പണി 18 നോക്കിയിട്ടും എനിക്ക് ആ വാതിൽ തുറക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് ശരിക്കും നാഗദേവങ്ങളുടെ ശക്തി തന്നെയായിരിക്കും. ആ പൂജയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഈ അടുത്ത കാലത്തെങ്ങും ഇതുപോലൊരു കളമെഴുത്തും പാട്ടും ഞാൻ കണ്ടിട്ടില്ല. നാഗദൈവങ്ങൾ ശരീരത്ത് കയറി അനുഗ്രഹിച്ചു. കളം വായിച്ചത് ആരാണെന്നറിയാമോ? അതെ, ദർശന തന്നെ. ഓ, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും പൂജ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ. ഇതൊന്നും എടുത്ത് കട്ടിലിൽ ഇടരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഇവളുടെ ഒരു കാര്യം. എന്താ എടി, നീ എന്താ ഈ കാണിക്കുന്നേ? അത് പാമ്പും ചെമ്പൊന്നുമല്ല, ടവലാ. ടവലോ? ആ, നിനക്ക് ആ പൂജ കണ്ടതിന്റെ പേടിയാ. ഇവിടെ എങ്ങും പാമ്പുമില്ല, ഒന്നുമില്ല. എടി, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.